السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് അദ്ദേഹത്തോട് ഉപദേശം നൽകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പായി കൊണ്ട് നീ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ 5 കാര്യങ്ങളെ നീ അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പായി കൊണ്ട് ഉപയോഗപ്പെടുത്തണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക്, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പുള്ള, നിനക്ക് പ്രായമാകുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വത്തെ നീ എന്ത് ചെയ്യണം, നീ ഉപയോഗിക്കണമെന്ന്. നമുക്കറിയാം, യുവത്വത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രായാധിക്യമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല, അതൊന്നും ചെയ്യാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ പലപ്പോഴും സാലിഹായ കർമ്മങ്ങൾ, നല്ല അമാലു സാലിഹാത്തുകളൊക്കെ പല ആളുകളും നീട്ടിവെക്കുക. പ്രായമാവട്ടെ, ഹജ്ജ് പോലെയുള്ള, അതല്ലെങ്കിൽ ഉംറ പോലെയുള്ള ഈ രൂപത്തിലുള്ള കർമ്മങ്ങളൊക്കെ പല ആളുകളും മാറ്റിവെക്കുക. എവിടേക്കാണ്? പ്രായമാവട്ടെ, ഒരു 60 വയസ്സാവട്ടെ, അല്ലെങ്കിൽ 50 വയസ്സാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാർദ്ധക്യത്തിലേക്കാണ് പലപ്പോഴും മാറ്റിവെക്കാറുള്ളത്. മറിച്ച് നമ്മളുടെ യുവത്വ സമയത്ത് നമുക്ക് കഴിവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ സമയത്താണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത്. വീണ്ടും പറഞ്ഞു, വസിഹതക ഖബ്ല സഖമിക്, അതുപോലെ തന്നെ നിന്റെ ആരോഗ്യത്തെയും, നിന്റെ രോഗം വരുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യത്തെയും നീ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന്. നമുക്കറിയാം, ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ആഫിയത്ത് കുറവായി കഴിഞ്ഞാൽ, അയാൾ സിഹത്തിൽ, അയാൾ ആരോഗ്യപരമായി ചെയ്യുന്ന സന്ദർഭത്തിൽ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അപ്പോ ഏത് സമയത്തും എനിക്ക് ഒരു അനാരോഗ്യം, എനിക്കൊരു രോഗം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ഭവിച്ചേക്കാം എന്ന രൂപത്തിൽ നമുക്ക് എപ്പോഴാണോ ആരോഗ്യമുള്ള സമയം, ആ സന്ദർഭത്തിൽ അഅ്മാലു സാലിഹാത്തുകൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നാണ്. ചില ഹുക്കമാക്കൾ പറയാറുണ്ട്, അസ്സിഹ്ഹതു താജുൻ അലാ റൂസിൽ അസ്സിഹാഹി ലാ യറാഹാ ഇല്ലൽ മർള. ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അത് ഒരു താജാണ്, അതൊരു കിരീടമാണ്. ആരുടെ തലക്ക് മുകളിൽ? അലാ റൂസിൽ അസ്സിഹ, ആരോഗ്യമുള്ള ആളുകളുടെ തലക്ക് മുകളിലുള്ള ഒരു താജാണ്, ഒരു കിരീടമാണ് യഥാർത്ഥത്തിൽ സിഹത്ത്, ആരോഗ്യം എന്ന് പറയുന്നത്. ലാ യറാഹ ഇല്ലൽ മർള, പക്ഷെ ആ കിരീടത്തെ രോഗികൾക്കല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ അതിന്റെ നിഅമത്ത് അത് നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് നമ്മൾ രോഗിയാകുമ്പോൾ മറ്റൊരാളെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, കുറച്ചുകൂടെ ഞാനും അതുപോലെ ആയിരുന്നല്ലോ എന്ന്. അതാണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഗിനാക ഖബ്ല ഫഖ്രിക, അതുപോലെ തന്നെ നിന്റെ ധന്യതയെ, നിന്റെ സമ്പന്നതയെ നീ ഫക്കീറായി പോകുന്നതിന് മുമ്പായി കൊണ്ട് നീ ഉപയോഗപ്പെടുത്തുക. ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ പൈസ നമുക്ക് എല്ലാം കഴിഞ്ഞ് മാറ്റി വെക്കാൻ ചിലപ്പോൾ കിട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കഴിവിന്റെ പരമാവധി അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടും ദീനിയായ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടും അതൊക്കെ ഉപയോഗപ്പെടുത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. നാലാമതായി അവിടുന്ന് പറഞ്ഞു, ഫറാഗക ഖബ്ല ശുഗ്ലിക, അതുപോലെ തന്നെ നീ ശുഗ്ലിലാകുന്നതിന് മുമ്പ്, നീ ജോലിയിലാകുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിഞ്ഞ സമയങ്ങളെ നീ എന്ത് ചെയ്യുക, നീ ഉപയോഗപ്പെടുത്തുക എന്ന്. നമുക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ ലീവായിട്ട് കിട്ടും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലൊക്കെ നമുക്ക് കിട്ടും. ആ സന്ദർഭങ്ങളിലൊക്കെ നല്ല കർമ്മങ്ങളിൽ മുഴുകി ആ നല്ല സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. അഞ്ചാമതായി പറഞ്ഞു, വഹയാതക ഖബ്ല മൗതിക, ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. മറ്റുള്ളതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ വന്നില്ല എന്നുണ്ടാവും, പക്ഷേ മരണം എന്ന് പറയുന്നത് തീർച്ചയായും ജനിച്ചിട്ടുണ്ടോ ആ വ്യക്തി മരണപ്പെട്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മരണത്തിന് മുമ്പുള്ള നമ്മുടെ ജീവിതം നാളെ ആഖിറത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ശാരിഹ്യങ്ങൾ പറയുന്നുണ്ട്,
വഹാദിഹിൽ ഖംസതു ലാ യുഅറഫു ഖദ്റുഹാ ഇല്ലാ ബഅദ സവാലിഹാ. ഈ 5 കാര്യങ്ങളും ഇതിന്റെ സ്ഥാനം എന്താണ് എന്ന് അത് നീങ്ങിപ്പോയാലല്ലാതെ ഒരാൾക്കും എന്ത് ചെയ്യില്ല, മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് യുവത്വമാവട്ടെ, അതല്ലെങ്കിൽ അത് ആരോഗ്യമാകട്ടെ, ഒഴിവു സമയമാവട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, ഇതെല്ലാം നീങ്ങിപ്പോയാലല്ലാതെ അതിന്റെ ഖദർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.